കുഞ്ഞു വന്നോ? ഇല്ല. ബാക്കി കുറച്ച് വേണമെങ്കിൽ അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോ. ഹലോ ഗായ്സ്, വിജിനീന്റെ വീട്ടിൽ പോവുകയാണ്. അപ്പൊ വിജിനി എന്ന് പറയുന്നത് മുമ്പേ കാണിച്ചിട്ടുണ്ടാവും. നമ്മളൊരു ഫാമിലി ഫ്രണ്ടാണ് വിജിനിയും, അതുപോലെ തന്നെ വേണുവേട്ടനും, പിന്നെ അവർ മക്കളും എല്ലാം ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പൊ ഇന്നാകുമ്പോ ഇവർക്ക് ക്ലാസ്സും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ട് ഏതെല്ലോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു വീടിന്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, അവിടെ പോയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെന്താ പറയാ, എല്ലാം നിലനിൽക്കുന്ന ചില സൗഹൃദങ്ങൾ ഉണ്ടാവൂലേ. അതെ അതെ, നല്ലൊരു ഏരിയ കേട്ടോ. ഇരുപത്തി തന്നെ ഈ പുഴ റൈറ്റ് സൈഡില് പുഴയുണ്ട്, പിന്നെ അകലാപ്പുഴയൊക്കെ ഈ സൈഡിൽ കൂടി തന്നെയാണ്. പിന്നെ ആളൊരു നല്ല പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് വിജിനി. എന്റെ പിന്നെ മാലുവിന്റെ കല്യാണത്തിന് റിസപ്ഷൻ ലുക്ക് വിജിനി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അവിടെ എല്ലാം റെഡിയാക്കി അറിയിച്ചോളാം. അപ്പൊ നമ്മളെ വീട് ഓൾറെഡി കണ്ടതാണ് അല്ലേ സൈഷേട്ടാ? വീട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പോയിട്ടൊരു സുഖം, അതാണ് എനിക്ക് ഒരു തോന്നല്. അപ്പൊ ചോദിക്കാം വരുന്നോന്ന് വെച്ചാൽ ഓന്ന് പറഞ്ഞ ആളങ്ങോട്ട് പോകും. ഇതാ വിജിനിയുടെ വീട്ടിലേക്ക് ഇതാ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ വിജിനി ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ എൻ്റെ ഫ്രണ്ട്, അതിലുപരി എൻ്റെ വീട്ടിൻ്റെ അടുത്തുമാണ് കേട്ടോ കൊയിലാണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം ഇന്നും ഞാൻ നിലനിർത്തി കൊണ്ടുപോരുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ കഷ്ടപ്പാടുള്ള സമയം ഉണ്ടായിരുന്നു, ആ സമയത്തും ഞാൻ ഒറ്റപ്പെട്ട സമയത്തൊക്കെ എനിക്ക് അവൾ ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി തന്നെ എനിക്ക് കൂട്ടായി നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത്, വിജിനിയുടെ മൂത്ത മോനായ ദേവു, എൻ്റെ ദേവു ഒരേ പ്രായമാണ്. പിന്നെ ഇപ്പം രണ്ടാമത്തെ ആളും കുഞ്ഞും ഒരേ പ്രായമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുവിന് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് സിദ്ധുവിന് ഇങ്ങോട്ടേക്ക് വരാൻ. കാരണം ഇവരായിട്ട് കളിക്കാമല്ലോ. പിന്നെ വേണുവേട്ടനായാലും നമ്മളായിട്ട് ഒരുപാട് ഫ്രീ ആയിട്ട് ഇടപെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ. നമുക്ക് ആ വീട്ടിൽ സ്വന്തം വീട് എന്നുള്ള രീതിയിൽ തന്നെ കേട്ടോ പോയാലൊക്കെ നമ്മൾ അവിടെ ഇടപഴകൽ. അപ്പോൾ ഇവർ ഇതാ വരുന്നോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഓന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും പോവും, അവരിങ്ങോട്ടും വരും കേട്ടോ. അപ്പോൾ ഈ കുട്ടിയേക്കാണ് ഏറ്റവും എന്നാ അമ്മയെ പോവുക എന്ന് ദിവസം എന്നോട് ചോദിക്കൂട്ടോ. എന്നേ ലീവ് വരുമ്പോഴത്തേക്ക് നമ്മൾ വിജിനിയേച്ചിൻ്റെ അവിടെ പോവുക എന്ന് ചോദിക്കുക. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യമാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോഴത്തേക്ക് തന്നെ പിന്നെ ചിക്കനും ഇതൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് ഞാൻ അവിടെ എത്തുമ്പം. പിന്നെ ഈ വീട് പുതിയ വീടാണ്. ഇത് ഞാനൊരു ദിവസം ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും സൂപ്പർ വീടാണ്. ഇതിൻ്റെ മുന്നേ ഞാനൊരു ഷോർട്സിൽ ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ പഴയ വീടുണ്ടായിരുന്നു, അതായത് ഇവളെ കല്യാണം കഴിച്ച് വന്ന സമയത്തുള്ള വീട്. പിന്നെ ഇത് പുതുതായി ഒരു നന്നാക്കി എടുത്തതാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം കുഞ്ഞൂരെ സിദ്ധൂരെ സന്തോഷങ്ങളൊക്കെ കണ്ടെങ്കിൽ മനസ്സിലാവും ഇവരെത്രത്തോളം ഫ്രീയും ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മളെ വേണുവേട്ടൻ മിലിറ്ററിയിലായിരുന്നു, ഇപ്പം റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടാളും വന്നിട്ട് ഇപ്പം നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ആ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് വിജിനിയും വേണുവേട്ടനും. ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാ ചിക്കൻ കറി ഗംഭീരമായിട്ട് വെച്ച് ഞാനല്ല വെച്ചേ, വിജിനിയാ വെച്ചേ. എന്താ പറയാ, അതിന് ടച്ചപ്പിന് വേണ്ടി വന്നാണ്. സംഭവം ഗംഭീരമായിട്ടുണ്ട്. ഒന്ന് സംഭവം എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല ചിക്കൻ കറീൻ്റെ സ്മെല്ല്. പിന്നെ എല്ലാ സംഭവങ്ങളും ആക്കിയിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചുണ്ട്. ഓരോ 4 ആൾ കാണും. ചിക്കൻ കറി ഉണ്ടാക്കിയത് വിജിനി തന്നെയാണ് കേട്ടോ. പിന്നെ സൈഷർ ഒന്ന് വന്ന് അവിടെ വന്ന് ടേസ്റ്റ് നോക്കിയെന്നാളും നല്ല ലെഗ് പീസായിരുന്നു കേട്ടോ. നല്ല പൊരിച്ച ചിക്കനും ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്?
വിജിനിക്ക് ഈ ക്യാമറേൻ്റെ മുന്നിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര മടിയാട്ടോ. പക്ഷേ വേണുവേട്ടന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്നോടൊപ്പം പറയും അതിനെന്താ എല്ലാവരും 4 ആൾ കാണട്ടെ എന്നൊക്കെ കേട്ടോ. ഞാനും പറയും 4 ആൾ കാണട്ടെ എന്നാന്നൊക്കെ. അവൾ മറിഞ്ഞ് നിൽക്കും കേട്ടോ. സജീഷേട്ടനാണെങ്കിൽ പറയും എന്തായാലും ഓൾ എടുക്കുമെന്നറിയും. എന്നോട് പറയും ഒന്ന് എന്നെ എടുക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഒരു അടുത്ത ഫ്രണ്ട്ഷിപ്പ്, അതിൽ കൂടുതൽ എനിക്കിത് വിവരിക്കാനാവില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പം കോഴ്സെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അഫോർഡബിൾ പ്രൈസിന് മേക്കപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഏത് സമയത്തും എപ്പോഴും റെഡിയാണ്. അപ്പോൾ കൊയിലാണ്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചപ്പാത്തി ചൂടാണ്. പിന്നെ ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട് കേട്ടോ. നല്ല പത്തിരി, അടിപൊളി പത്തിരി ആയിരുന്നു. അത് പത്തിരി നമ്മൾ ഉണ്ടാക്കിയല്ല കേട്ടോ. ഇന്ന് പോവണോ എന്നിങ്ങനെ തഞ്ചി കളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു സിദ്ധുവൊക്കെ. എങ്ങനെയെങ്കിലും ഓൽക്കൊന്ന് ലേറ്റായി കിട്ടിയാൽ മതി, എന്നിട്ട് പോകാമെന്നൊക്കെ കേട്ടോ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെയാകുമ്പോൾ നമ്മൾ പോകില്ലല്ലോ, അതാണ് ഓല മനസ്സിലിരിപ്പ്. നല്ല നെയ്യാക്കിയിട്ടാട്ടോ ചപ്പാത്തി ചുട്ട്. ഞാൻ പൊതുവേ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ നെയ്യൊന്നും ആക്കില്ല. പക്ഷേ വിജിനി നെയ്യാക്കി ചുടണമെന്ന് നിർബന്ധം പറഞ്ഞതിനെ കൊണ്ട് ഞാൻ നെയ്യാക്കിയതാ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഭക്ഷണം കേട്ടോ. ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, പത്തിരി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ചിക്കൻ പൊരിച്ചുണ്ട്. ഇത് നമ്മളെ വീട് തന്നെ, അതാണ് അതിലൊരു ഇത്. വിജി ഇങ്ങോട്ട് വാ. ഓള് ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയുള്ള ഒരാളാട്ടോള്. അതുകൊണ്ടാ ഓളെ ദൂരേന്ന് മാറി നോക്കെ ഞാൻ എടുക്കും. പക്ഷെ നേരിട്ടോക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയാ. ഇതാ ആളെ ഞാൻ കാണിച്ചോട്ടി. ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട വിജിയും വേണുവേട്ടനും. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രമൊക്കെ അന്നേരം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചപ്പാത്തിയും കൂടിയും ബാക്കി ഉണ്ടായിരുന്നേ ചൂടാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ അതുകൂടി ചുട്ടാൽ പിന്നെ എല്ലാവരും കൂടിയും പോയിരുന്ന് ഒരുമിച്ച് കഴിക്കാമല്ലോ. ബാക്കി കുറച്ച് ചപ്പാത്തി ഞാൻ ചുട്ടതിന് ശേഷമാണ് വീണുണ്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. വീണുണ്ട് വൈകിട്ട് അടുത്ത ചപ്പാത്തി. ഇത്രയും ചപ്പാത്തി ഉണ്ട് വീണേട്ട കൂടെ. അതിനുശേഷം പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. ഈ ഫോണും കൊണ്ട് ഞാൻ നടക്കുന്നതിനെ കൊണ്ട് എന്നോട് പറയുക ഫോണാടെ വെക്കുന്നു കേട്ടോ. ഒക്കെ അത്രയേ മടിയാട്ടോ. നോക്കുന്ന് പറയുമ്പോൾ ഞാൻ നോക്കൂല എന്നറിയും. അങ്ങനെ സിദ്ധുവും കുഞ്ഞും മക്കളും പിന്നെ നമ്മളെ ദേവുവിൻ്റെ അതേ പ്രായമെന്ന് പറഞ്ഞല്ലോ മൂത്തയാൾ. അപ്പോൾ ഓൻ്റെ പേരും ദേവു തന്നെയാണ് കേട്ടോ വിളിക്കുക, ദേവാനന്ദ് എന്നാണേ. അതുകൊണ്ട് ദേവു എന്ന് വിളിക്കുന്നത്. നമ്മളെ മോള് ദേവപ്രിയനെ കൊണ്ട് ദേവു എന്ന് വിളിക്കുന്നത് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇവരൊക്കെ ഏകദേശം സെയിം പ്രായം തന്നെ എന്ന് പറയാം. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ നല്ല രസമാണ് ഇങ്ങനെ കഥയും പറഞ്ഞിട്ട് കുറേ പഴയ കാര്യമാണ് പറയുന്നത് കേട്ടോ. കോളേജിൽ പഠിച്ചതും അവിടെ പഠിച്ചതും ഇവിടെ പഠിച്ച കഥയും പിന്നെ പോയ കാര്യങ്ങളും ഒക്കെ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പോണ്ടോ എന്നുള്ള ചിന്ത ഇങ്ങനെ ഉള്ളതിനെ കൊണ്ട് തന്നെ പിന്നെ പോയില്ല കേട്ടോ. ഞങ്ങൾ അവിടെ കടന്നു കേട്ടോ. അന്ന് ഇതാ പിറ്റേന്ന് രാവിലെയായി. കുഞ്ഞു വന്നോ? പോകുക സമയം 6:20. സിദ്ധു പോവുക. സിദ്ധു ഇന്ന് ഡാൻസിന് കൊണ്ടോ മാറ്റിക്കോളെ. ഭാഗ്യത്തിന് കുഞ്ഞുവിന് സിദ്ധുവിന് അന്ന് ക്ലാസ്സില്ല. സിദ്ധുവിൻ്റെ പരിപാടിയായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി. യാഗുബായ് എന്നാ വരിക? അപ്പം ഇങ്ങനെ രാവിലെ ഒരു 6-6:30 ആയിട്ടോ. ഇനിയിപ്പോൾ എന്നാൽ ഞങ്ങൾ പോകാൻ നോക്കട്ടെ. അങ്ങനെ പോകാൻ നിന്ന് ഞങ്ങൾ വന്നിട്ട് അങ്ങനെ അവിടെ നിന്നിട്ടോ. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പോണ്ട പറഞ്ഞാൽ ഞങ്ങൾ അവിടെയൊക്കെ നിൽക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ.